أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم شركاءكم الذين تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات أم آتيناهم كتابا فهم على بينة منه بل إن يعد الظالمون بعضهم بعضا إلا غرورا إن الله يمسك السماوات والأرض أن تزولا ولئن زالتا إن أمسكهما من أحد من بعده إنه كان حليما غفورا. الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ولوالدينا والسامعين യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിറിലെ 40-41 ആയത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുന്ന ചില കാര്യമാണ്. ഖുൽ എന്ന വാക്ക് ഓർമ്മിപ്പിക്കുന്നത് അതല്ല. ഖുർആനിൽ പലയിടങ്ങളിൽ ഖുൽ എന്ന് വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ ഖുൽ എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായിട്ട് മാത്രമാവില്ല, നബിയെ പിന്തുടരുന്ന ആളുകൾക്കും അത് ബാധകമാണ് എന്നാണ്. എന്നാൽ ചില ഇടങ്ങളിൽ നബിയെ മാത്രമായിട്ട് അള്ളാഹ് എടുത്ത് പറഞ്ഞേക്കാണ്. അപ്പോൾ ഉദാഹരണത്തിന് അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന വാക്ക് അത് നബിക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സംസാരമായിട്ടാണ്. നഖുൽ നീ പറയുക എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയെ പിന്തുടരുന്ന ആളുകളും മുഴുവൻ എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കേണ്ട, മനസ്സിരുത്തി വായിക്കേണ്ട, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ട വാക്കുകളാണ്. ഇവിടെ റബ്ബ് പറയാം, കുൽ നബിയെ പറ. അറഅയ്തും എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നിങ്ങൾ എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലൊക്കെ ചോദിക്കും. നിങ്ങൾ കാണുന്നില്ലേ? ശുറക്കാഅക്കുമുല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ. നിങ്ങൾ എന്നതുകൂടെ ഉദ്ദേശം ആരോടാണ് പറയാൻ വേണ്ടി പറയുന്നത്? മക്കയിലെ മുശ്രിക്കീങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പലപ്പോഴും ധിക്കരിക്കുകയും അള്ളാഹുവിന് പുറമേയുള്ള മറ്റ് ആരാധ്യന്മാരെ സ്വീകരിക്കുകയും ചെയ്ത വിഗ്രഹങ്ങളും മറ്റു വ്യക്തികളെയും ഒക്കെ പൂജിച്ചു വന്നിരുന്ന ആളുകൾ, അവരോടാണ് പറയേണ്ടത്. ശുറക്കാഉക്കും നിങ്ങളുടെ ശരീക്കുമാർ. ശരീക്കും ജംആണ് ശുറക്ക. എന്ത് ശരീക്ക്? പങ്കുകാർ എന്ന് നമ്മൾ പറയും അല്ലേ. ഷാരിക്ക് എന്ന് പറയുന്നതിനപ്പുറത്ത് ശരീക്ക് എന്നുള്ള ഉപയോഗമാണുള്ളത് അല്ലേ. ശരീക്ക് എന്ന് പറഞ്ഞ വാക്ക് പങ്കു ചേരുന്നവൻ. ഇഷ്തറക്ക യസ്തരിക്കു, ശരീക്ക് എന്നാണ് അതിൻ്റെ ജംആണ് ശുറക്കാ. അപ്പോൾ ശരീക്കുമാർ, നിങ്ങൾ പങ്കു ചേർക്കുന്ന ആളുകൾ അതെന്തൊക്കെയാണ്? മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളാണ് അല്ലെ, അവരുടെ വിഗ്രഹങ്ങളാണ്. മരണപ്പെട്ട ആളുകളെ അവരുടെ വിഗ്രഹങ്ങളെയൊക്കെയാണ് ഇവരെന്ത് പലപ്പോഴും. ഇപ്പോൾ ചില ആളുകളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പലതും കാണാം. വസ്തുക്കളുണ്ട്, ജീവനുണ്ട്, ജീവനില്ലാത്തതുണ്ട്, പലതുണ്ട്. ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ പലപ്പോഴും ആരാധിച്ചു പോകുന്നത് സ്വനമുകളെയാണ്, വിഗ്രഹങ്ങളെയാണ്. അങ്ങനത്തെ ദുർമൂർത്തികളുണ്ടല്ലോ. അല്ലദീന എങ്ങനെയുള്ളവർ? തദ്ഊന മിൻ ദൂനില്ലാ. തദ്ഊന നിങ്ങൾ വിളിക്കുന്നു അവർ അല്ലേ. ദുആ ചെയ്യാന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. തദ്ഊന നിങ്ങളെന്ത് ചെയ്യുന്നു? തേടുന്നു, ആവശ്യം തേടുന്നു, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നു. മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ. അള്ളാഹിനെ വിളിക്കേണ്ടതിന് പകരം വിളിച്ചത് ആരെയാണ്? ഈ വിഗ്രഹങ്ങളെയാണ്, അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളെയാണ്, ഇങ്ങനത്തെ ആരാധ്യന്മാരെയാണ് അല്ലേ. ചിലപ്പോൾ ചില ആളുകൾ മലക്കുകളെയാണ്, ജിന്നുകളെയാണ്, ഇങ്ങനെ പലതിനെയും ലോകത്ത് ആരാധിച്ചു പോകുന്ന കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുപാട് അവിടെ കണ്ടിരുന്നത് ഇവരെയാണ്. ലാത്തിയുടെയും ഉസ്സയുടെയും മനാത്തിയുടെയും ഒക്കെ വിഗ്രഹം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു സമൂഹം, ഹുബലിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച സമൂഹം, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹങ്ങൾ കൊത്തിപ്പണിത് കഅബാലയത്തിൽ സൂക്ഷിച്ചു പോകുന്ന സമൂഹം. ഇവിടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അവരെ വിളിക്കാറുണ്ടായിരുന്നു. എന്തിനാ വിളിച്ചിരുന്നത്? ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. നാളെ അള്ളാഹിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ഒരു ഇടയാളന്മാരായി അല്ലെ. ശുഫാഉന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. ഞങ്ങളുടെ അരികിൽ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ഇവർ ഞങ്ങൾക്ക് ഷെഫീആണ്. ഷെഫീ എന്ന് പറഞ്ഞാൽ ശുപാർശകരാണ് എന്നുള്ള നിലക്ക് അവർ ആരാധിച്ചു വിളിച്ചു പോകുന്നവരാണ്. റബ്ബ് പറയാണ്, നിങ്ങൾ അങ്ങനെ വിളിച്ച ആൾക്കാരില്ലേ, അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു താ. അറ എന്ന വാക്കിന്
അല്ല യറ റ എന്നുള്ളതിനെ മുലാരിയാക്കുമ്പോൾ ഒരു അറ വരുന്നുണ്ട്. ഇപ്പോൾ യറ യറയാനി യറോൻ അങ്ങനെ അറ ഞാൻ കാണുന്നു എന്ന് പറയും. പക്ഷെ ഇത് മുലാരി അല്ല, ഇത് മാതിയാൻ. എങ്ങനെ അറ കാണിപ്പിച്ചു കൊടുക്കാന്ന്. അറൂനി അതിൻ്റെ അമ്രാണ് അരി അരിയ അറൂ അരിയ അറു അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു കൊണ്ടാ. മറ്റു ഖുർആനിൽ പലയിടത്തും ഉള്ള പറഞ്ഞില്ല അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു കൊണ്ടാ. മാതാ ഖലഖല്ലദീൻ അല്ലെ, അള്ളാഹു എന്താണ് സൃഷ്ടിച്ചത്, മുൻകഴിഞ്ഞു പോയ സംഗതികളൊക്കെ സൃഷ്ടിച്ചത് എന്താണെന്ന് കാണിച്ചുകൊണ്ടാന്ന് പറയണ്ടല്ലോ. അഖ്ബിറൂനി എന്നാണ്. അറൂനി എന്ന് പറഞ്ഞ വിമാന അഖ്ബിറൂനി അള്ളാഹ് അറിയാഞ്ഞിട്ടാണോ അത്? പക്ഷെ അള്ളാഹ് അവരിലൂടെ തന്നെ അവരെ ബോധ്യപ്പെടുത്താണ്. നിങ്ങൾ കാണിച്ചു കൊണ്ടാ. മാതാ ഖലഖൂ മിനൽ അർദ് അവരെന്താണ് ഭൂമിയിൽ പടച്ചിട്ടുള്ളത്. അല്ലേ, ഈ അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് തേടിയ ആൾക്കാരോട് നബിനോട് പറഞ്ഞു കൊടുക്കുക. അവരുടെ ബുദ്ധി മണ്ഡലം, അവരുടെ ചിന്താ മണ്ഡലങ്ങളെ ഉണർത്തുകയാണ്. ഈ വിഗ്രഹങ്ങൾ ഇതിനൊക്കെയുള്ള നിങ്ങൾ ആരായിച്ചു പോരുന്നത് അല്ലേ? മരിച്ച് മൺമറഞ്ഞു പോയ മഹത്തുക്കളോടാണല്ലോ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് പറയണേ നിങ്ങളൊന്ന് കാണിച്ചു കൊണ്ടാ അവരെന്താ ഭൂമിയിൽ പടച്ചത്. എന്തെങ്കിലും പടച്ചോ? കാണിച്ചു കൊടുക്കാൻ കഴിയോ? ഇല്ല. നിരർത്ഥകമായ അല്ലെ അവരുടെ വാദങ്ങളാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ, പൊള്ള വാദങ്ങളാണ് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് അള്ളാഹ് പറഞ്ഞ എന്താ, ലയഖ്ലുഖു ദുബാബ ഒരു ഈച്ചനെ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പടക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന് പുറമെ ആരൊക്കെ വിളിച്ച് തേടിയാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഈച്ചനെ പോലും പടക്കാൻ. ഇനി സൃഷ്ടിപ്പ് പോയിട്ട് അധീനപ്പെടുത്താൻ കഴിയോ? ലം യംലികുല മാ യംലികൂന ഇല്ലാ മിൻ ഖിത്മീർ പറയണേ. ഒരു ഈത്തക്കുരുവിൻ്റെ പാട പോലും എന്ത് ചെയ്യണില്ല, സ്വന്തമായിട്ട് അധീനപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ് അവർ എന്നാണ്. അപ്പോൾ അവരുടെ ദുർബലതയെ ഇവിടെ ഓർമ്മിപ്പിക്കണമല്ല. അവരോട് എനിക്ക് കാണിച്ചു കൊണ്ടാ എന്താണ് അവർ ഭൂമിയിൽ പടച്ചത്. ഇനി അംലഹുൻ ഇനി അതല്ല അവർക്കുണ്ടോ ഷിർക്കുൻ ഫിസ്സമാവാത്തി ഷിർക്കും ഫിസ്സമാവാത്ത് അല്ലേ, ആകാശങ്ങളിൽ അവർക്കും വല്ല പങ്കുമുണ്ടോ? ആകാശങ്ങളിൽ വല്ല പങ്കുണ്ടോ? ആകാശഭൂമികളെ പടച്ചവൻ ആരാണ്? അള്ളാഹുവാൻ. ഇനി ഈ വിളിച്ചു ആരാധിക്കപ്പെടുന്ന ഈ വസ്തുക്കൾ അല്ലേ, ഈ മൺമറഞ്ഞു പോയി ഇന്നും ഷിർക്കിൻ്റെ പുതിയ രൂപങ്ങളെ പലതും കാണാം. അള്ളാഹുവിന് പുറമെ പലതിലും വരമേൽപ്പിച്ച് അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന പലതും ഇന്ന് ലോകത്തുണ്ടല്ലോ. എന്താണ് നമ്മുടെ നാട്ടിൽ പറയും, എന്താണ് മരക്കുറ്റി വരെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു കാലമാണ്. മനുഷ്യ മൺമറഞ്ഞു പോയ മഹത്തുക്കളുടെ പേരുകൾ വിളിച്ചിട്ട് ഉള്ള പ്രാർത്ഥനകൾ, എന്താണ് സഹായ അഭ്യർത്ഥനകൾ, മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്ക് ഇല്ലാത്ത പരിവേഷങ്ങൾ പലതും നൽകാൻ. ഇവിടെ തദ്ഊന എന്ന വാക്ക് ഓർമ്മിപ്പിക്കണതാ, വിളിക്കല്ലേ. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴത്തേനും വിളി അള്ളാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം നാവിൻ തുമ്പത്ത് വീഴുന്നത് എന്താണ്, മറ്റു പല നാമങ്ങളാണ്. അത് വസ്തുക്കളാകാം, വ്യക്തികളാകാം, മരിച്ചവരാകാം, ജീവിച്ചിരിക്കുന്നവരാകാം അല്ലേ, ലോകത്ത് ഒരുപാട് നല്ല സ്വാലിഹായി ജീവിച്ചവനാകാം. ഇവിടെ റബ്ബ് അവർ ഓർമ്മിപ്പിക്കുന്നതും അതാണ്. ഈ ആകാശഭൂമികളെ പടച്ചതിൽ എന്തെങ്കിലും ഒരു ഷിർക്ക് ഇവർക്കുണ്ടോ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതല്ലെങ്കിൽ ആകാശങ്ങളെ പടച്ചതും അധീനപ്പെടുത്തുന്ന ആര് മാത്രാൻ? അള്ളാഹ് മാത്രാൻ. അതിലൊരാൾക്കൊന്നില്ല, പങ്കില്ല. ആകാശഭൂമികളെ പടക്കുമ്പോൾ അള്ളാഹുവിനൊരു തരി ക്ഷീണമില്ല. അള്ളാഹ് പറഞ്ഞു അല്ലേ, ഖലഖന ശമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമികളെയും ഞാൻ പടച്ചു. മാ മസ്സന മിൻ ലുഉബ് ലഫീ സിത്തത്തി അയ്യാമിൻ 6 ദിവസങ്ങൾ കൊണ്ട് ഞാൻ പടച്ചു. പക്ഷേ എനിക്കൊരു തരി ക്ഷീണം പോലും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന് ഒരാളെ ആവശ്യമില്ല. ആകാശഭൂമികളെ പടക്കാൻ അള്ളാഹുവിന് എന്തിൻ്റെങ്കിലും ആവശ്യമാണ് അല്ലേ. ചില ഹദീസുകളിൽ കാണാം, ആകാശഭൂമികളെ പടക്കുന്നതിനേക്കാൾ പ്രയാസം ഉണ്ടെങ്കിൽ മനുഷ്യനെ പടക്കാനാണ്. പക്ഷെ അതും അള്ളാഹുവിന് എന്തില്ല, ഒരു പ്രയാസവുമില്ല എന്നാണ്. ഒരു സംഗതി ഉണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അല്ലേ, ഇതാ അറാദ അയ്യക്കൂൻ ഒരു കാര്യം ഉണ്ടാവണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അയ്യക്കൂൽ ലഹു കുൻ അതിനോട് പറഞ്ഞാൽ മതി നീ ഉണ്ടാവ്, ഫയക്കൂൻ അതുണ്ടാകും. പല അടയാളങ്ങളും അള്ളാഹ് പറഞ്ഞു തന്നു. പക്ഷെ അള്ളാഹു പടച്ച സൃഷ്ടിജാലങ്ങളിൽ ഒന്നിലും ആർക്കും എന്തില്ല, അവകാശം പറയാൻ കഴിയില്ല. ഞാനും ഉണ്ട് ഇനി അന്ന് പടച്ചപ്പോൾ ഈ മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചു പോന്ന ഒരു ദൈവങ്ങൾക്കോ ഒരു ബഹുദൈവ വിശ്വാസികളായി അവർ ആരാധിച്ചു പോകുന്ന ഒരു ദുർമൂർത്തിക്കോ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ എന്തില്ല, അവകാശമില്ല. അതിന്നും അങ്ങനെ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം അവിടെ വേറൊരാളെ നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്താൽ അയാൾക്ക് കഴിവുണ്ടോ? ആകാശഭൂമികളിൽ പടച്ച ആകാശഭൂമികളെ അള്ളാഹു പടക്കുമ്പോൾ അവർക്ക് അതിന് വല്ല ശിർക്കുമുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഇത്. കൃത്യമായിട്ട് അള്ളാഹ് നമ്മളോട് ചോദിക്കണ ചോദ്യം. അം ലഹും ഷിർക്കുൻ ഫിസ് സമാവാത്ത് ഇവിടെ ആകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. എത്ര ആകാശ? 7 ആകാശങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പല ഇടങ്ങളിൽ അള്ളാഹ് പറഞ്ഞു. ഈ 7 ആകാശം, ഒരാകാശം പോയിട്ട് അല്ലേ, ഒരാകാശത്തിൻ്റെ ഒരു ധൂളി പോലും പടക്കുമ്പോൾ മനുഷ്യർക്ക് ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അധീനപ്പെടുത്താൻ കഴിയൂല. ഇതിനെ കാലങ്ങളായി
ഇനി ആലോചിച്ച് നോക്കി, ഇതിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംവിധാനിക്കുകയും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പാകത്തിൽ സൗകര്യമൊരുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹ് മാത്രമാണ്. ഇപ്പം ഈ അള്ളാഹു നിയന്ത്രിക്കുന്ന ഈ കാര്യത്തിൽ വേറെ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയോ? ഇല്ല. അങ്ങനെ ആരെങ്കിലും ആ ഒരു വിശ്വാസം വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് ആരുടെ വിശ്വാസമാണ്? ഈ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അല്ലേ? ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും, ഇപ്പോൾ ആകാശഭൂമികളുടേത് എടുത്ത് പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഹദീസിനെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുക. മനുഷ്യനും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാൻ, മനുഷ്യൻ്റെ എല്ലാ സകലമാന കാര്യങ്ങളും ആര് മാത്രമാണ് നിയന്ത്രിക്കുന്നതും പരിപാലിക്കുക? അള്ളാഹു മാത്രമാണ്. അതിൽ വേറെ ആർക്കെങ്കിലും അവൻ്റെ കാര്യം നന്നാക്കി കൊടുക്കാൻ കഴിയോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇവരെ. എന്നിട്ട് റബ്ബ് പറയാം, ആതൈനാഹും കിതാബ, ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടുണ്ട് ഒരു കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു വേദം, ഒരു ഗ്രന്ഥം നാം അവർക്ക് നൽകിയിട്ടുണ്ടോ? ഫഹും അല ബയ്യിനത്തിൻ മിൻ, അല്ലേ? അവർ ഈ പറയുന്ന അള്ളാഹുവിന് പുറമെ കുറേ ആളുകളെ ബഹുദൈവങ്ങളായി സ്വീകരിച്ചല്ലോ. ഇതിന് വല്ല തെളിവും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടോ? അല്ലെ, നിങ്ങളിങ്ങനെ തേടണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ സഹായം തേടണമെന്ന് ഏതെങ്കിലും ഒരു കിതാബായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടോ നബിയെ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. ബൽ, ഇല്ല. എന്നാൽ ഈ യഇദുല്ലാലിമൂന ബഅ്ളുഹും ബഅ്ളൻ ഇല്ലാ ഗുറൂറ. ഈ യഇദ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? വാക്ക് കൊടുക്കുക, അല്ലെ, വാഗ്ദാനം ചെയ്യുക എന്നൊക്കെയാണ്. ഇവിടെ ഈ യഇദ് എന്ന് പറഞ്ഞാൽ വാക്ക് നൽകുന്നില്ല, വാഗ്ദാനം നൽകുന്നില്ല. ആര്? ളാലിമീങ്ങൾ. ബഅ്ളുഹും, അവരിൽ ചിലർ, ബഅ്ളൻ, ചില ആളുകൾക്ക്. അല്ലെ, ഈ ളാലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആൾ. ളുൽമാണ്. ളുൽമ ഏറ്റവും വലിയ ളുൽമ ഏതാ? ഇന്ന ശിർക ലളുൽമുൻ. അതുകൊണ്ട് ഇവിടെ ളാലിമൂൻ എന്ന് പറഞ്ഞത് ഈ ളുൽമ കാട്ടുന്ന, അള്ളാഹ് ഏറ്റവും വലിയ അപരാധം ചെയ്യുന്ന ഈ അപരാധികൾ. ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കുറേ വാക്ക് പറയാണ്, നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ, ഒന്നും പ്രശ്നമില്ല, ഇതാണ് നല്ലത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? വഅദ് പറയുന്നു. അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കളയുന്നു. അതെന്താണ്? ഇല്ലാ ഗുറൂർ. അത് വെറും വഞ്ചന മാത്രമാണ്. എന്താ ഗുറൂർ? അവരെ വഞ്ചിപ്പിച്ച് കളയുന്ന ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ സത്യമാണ് എന്ന് അവരിങ്ങനെ വിചാരിച്ചു പോകുന്നത് ഒരിക്കലും സത്യമല്ല. അത് അവരെ വഞ്ചിച്ച് കളയുന്ന കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എടുത്ത് പറയാണ്. അപ്പോൾ ആയത്ത് ക്ലിയർ ആണോ? കുൽ, നബിയെ പറ, അറഅയ്തും ശുറകാഅകുമുല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ശരീക്കുമാർ. അല്ലെ, അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചുകൊണ്ടാ. അള്ളാഹ്ക്ക് അത് കാണാഞ്ഞിട്ടാ? അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാ? അല്ല. പക്ഷെ അതെന്തിനാണ് അവിടെ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പറയിപ്പിക്കല്ലേ. അവർ നാളെ പരലോകത്ത് ഒന്ന് പറയലേ, എന്താണ്, ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർത്തിട്ടില്ല റബ്ബേ എന്ന് പറയാൻ. പക്ഷെ അവരെ കൊണ്ട് റബ്ബ് പറയാം, അവർ ചെയ്തു പോകുന്ന ശിർക്കിനെ റബ്ബ് അവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. മാദാ ഖലഖു മിനൽ അർദ്, ഭൂമിയിൽ എന്താണ് ഈ ശരീക്കുമാരൊക്കെ പടച്ചിട്ടുള്ളത്? ഈ ബഹുദൈവങ്ങളൊക്കെ സൃഷ്ടിച്ചത് എന്താണ്? അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, ആകാശങ്ങളെ പടക്കുന്നതിൽ അവർക്ക് വല്ല ശിർക്കുമുണ്ടോ? അം ആതൈനാഹും കിതാബൻ ഫഹും അലാ ബയ്യിനത്തിൻ മിൻ, അതല്ലെങ്കിൽ ഇനി അവർക്ക് വല്ല കിതാബും ഞാൻ നൽകിയിട്ടുണ്ടോ? ഇവർ ഈ ബയ്യിനത്തുമായി തെളിവുകളായിട്ട് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ യഇദുല്ലാലിമൂന ബഅ്ളുഹും ബഅ്ളൻ ഇല്ലാ ഗുറൂറ. ഇവർ മുഴുവൻ വഞ്ചിതരായിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വഅദ് പറയുകയല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ ഇൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ല എന്നുള്ള അർത്ഥം. ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ എന്ന് വന്നില്ലേ, അതേപോലെയാണ് ഇൻ. കാരണം ഇന്നിന് ശേഷം ഒരു ഇല്ല എന്ന് കണ്ട, ഇല്ലാ ഗുറൂറ. അല്ല, ഇവർ വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്ക് എന്ത് മാത്രമാണ്? ഗുറൂറ് മാത്രമാണ്. എന്താ ഗുറൂർ? വഞ്ചിച്ച് കളയുന്ന കാര്യം എന്നാണ് ഈ ഗുറൂർ എന്നാണ്. ദുനിയാവിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് അതാണ്. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. കുറച്ചു നേരം ഭയങ്കര രസം തോന്നും. ദുനിയാവ് പറഞ്ഞ നൈമിഷികമാണ്. ഇവർ ഈ വിളിക്കുന്ന, ആരാധിക്കപ്പെടുന്ന ഈ വിഗ്രഹങ്ങളും ഈ പറയപ്പെട്ട സംഗതികളുമൊക്കെ ദുനിയാവിൽ കുറച്ച് നേരം അവരെന്ത് ചെയ്യുന്നതാണ്? ആശ്വാസം കണ്ടെത്തുക. അതാണ് കിട്ടുമ്പോൾ ശരി, അല്ല, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ മുന്നിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ബഹുദൈവങ്ങളിലേക്ക് അവരെന്ത് ചെയ്യും? ഒന്ന് ചായും. കുറച്ചേരം ഒരു ആശ്വാസം വരുമ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ എല്ലാം എന്താവും? അതിൻ്റെ മുന്നിലാണ്. അത് അവരെ വഞ്ചിപ്പിച്ച് കളയുന്ന കാര്യമാണ്. അല്ലേ, ചില ആൾക്കാർ അങ്ങോട്ട് നൽകുന്ന ഉപദേശം എന്ന് പറഞ്ഞത് എന്താ? ഞാനത് അതിൻ്റെ അരികിലേക്ക് പോയപ്പോൾ ഇന്നത് ഞാൻ നേർച്ചയാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന സൗഖ്യങ്ങൾ വന്നു. ഒരാളോട് വാക്കാണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഅദ് എന്താണ്? ഗുറൂർ. അറബ് പറയാണ് അത് വെറും ഗുറൂർ മാത്രമാണ്. ഗുറൂർ എന്ന് പറഞ്ഞാൽ അവരെ വഞ്ചിച്ച് കളയുന്ന, ഈ ഹക്കിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയുന്ന കാര്യം മാത്രമാണ്. ആ ഒരു വഅദാണ് എന്ന് അള്ളാഹു അവരെന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതിന് ശേഷം പറഞ്ഞ 41-ാമത്തെ ആയത്ത്, അത് കുറച്ചും കൂടിയും അള്ളാഹു നമ്മളെ ചിന്ത കുറച്ചും കൂടിയും ഒന്നുകൂടി ഉണർത്തുന്ന, കുറച്ചുകൂടി ശക്തമാക്കുന്ന ഒരു തെളിവ് അള്ളാഹ് എടുത്ത് തരാൻ. കാരണം ആകാശഭൂമികളിൽ അവകാശവും
അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ എല്ലാവിധ നമ്മളറിയില്ല ഓണർഷിപ്പ് എന്നറിയില്ലേ, അത് മുഴുവൻ ആർക്കും മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. അതിൽ ഇനി ഒരാൾ, ഇത് മക്കക്കാർ അംഗീകരിച്ച കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മക്കയിലുള്ള മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളെ പടച്ചത് അള്ളല്ല എന്ന് ഓല് പറയില്ല. ഓല് പറയലെന്താ? അള്ള തന്നെയാണ് എന്നാൻ. ഇവിടെ റുബൂബിയത്തല്ല ഉദ്ദേശം. തൗഹീദിന് 3 ഇനങ്ങളുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഏകനാക്കുക. അള്ളാഹു ഏകനാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതെന്ത് ചെയ്യുക? പ്രഖ്യാപിക്കുകയുമാണ്. അള്ളാഹു ഏകനാണ്. ഏതെല്ലാം കാര്യത്തിൽ? റുബൂബിയത്തിൻ്റെ റബ്ബ്, എല്ലാറ്റിൻ്റെയും റബ്ബാരാൻ? അള്ളാഹുവാണ്. റുബൂബിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി. ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും ആകാശങ്ങളിലുള്ള സർവ്വതിനെയും പടച്ചവനാരാൻ? അള്ളാഹ്. അതിൻ്റെയൊക്കെ റബ്ബ്, നിയന്ത്രണവും അതിൻ്റെയൊക്കെ അവകാശിയുമാരാൻ? അള്ളാഹ് മാത്രാൻ. അതിനെ പടക്കുമ്പോൾ അള്ളാഹുവിന് ഒരു പങ്കുകാരനും ഇല്ല. അള്ളാഹു ഏകനാൻ. അതിനെ പടച്ചതിലും അതിനെ നിയന്ത്രിക്കുന്നതിലും അതിനെ പരിപാലിക്കുന്നതിലും ഒക്കെ ആരാണ്? അള്ളാഹു ഏകനാൻ. ആ വിശ്വാസം ഉള്ളിലുണ്ടാണ്. ഇത് സമ്മതിച്ചു കൊടുത്ത ആൾക്കാരാണ് ആര്? മക്കയിലെ മുശ്രിക്കീങ്ങൾ. അള്ളാഹ് പറഞ്ഞല്ലോ, കുൽ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. നബിയെ, നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ ആരാൻ? സൃഷ്ടിച്ചവൻ ആരാൻ? ലയഖൂലുന്ന അല്ലാഹ്. അള്ളാഹ് പറയാൻ, തീർച്ചയായും അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹുവാണ്. അതിലൊരു തർക്കമില്ല. പക്ഷെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹിനെ മാത്രം അവരെന്ത് ചെയ്തില്ല? ആരായിച്ചു പോന്നില്ല. അതാണ് അവരെ പ്രശ്നം. എല്ലാം വരുമ്പോൾ, ദുരിതം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ആരിലേക്കാണ് ഒതുങ്ങേണ്ടത്? അള്ളാഹുലേക്കാണ്. പക്ഷേ അള്ളാഹ് മാത്രം പോരാ, അവർക്ക് കുറച്ചും കൂടി മുൻകഴിഞ്ഞു പോയ നല്ല സ്വാലിഹ്യങ്ങളായ മുൻഗാമികൾ വേണമെന്നായിരുന്നു. മുൻഗാമികളുടെ കാരണം അള്ളാഹു അവർക്ക് കൊടുത്ത്. കാരണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ അർഹരല്ല. നമ്മളെക്കാളും അർഹത ആർക്കാണ്? നമ്മളെക്കാളും സുഹൃതം ചെയ്ത പുണ്യവാന്മാരായ ആളുകളാണ്. അപ്പോൾ അവർ നാളെ റബ്ബിൻ്റെ അരികിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? വാദിക്കും, ശുപാർശ ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ലാത്തിയെയും ഉസ്സയെയും ഒക്കെ വിളിച്ചാരാധിക്കുന്നത്, തേടുന്നത് എന്നാണ് അവരുടെ ന്യായം, അവരുടെ ഭാഷ്യം അതാണ്. പക്ഷെ റബ്ബ് പറയാണ്, ഇതിൽ നിന്നെ പടച്ചവനാരോ അവനെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. ഉഅ്ബുദ് റബ്ബക, അല്ലെ, നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കുക. അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബ്. അതുകൊണ്ടാണല്ലോ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചാണ് ആദ്യം ഖുർആൻ പറഞ്ഞത്. ഇഖ്റ, നീ വായിക്ക്, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബിൻ്റെ പേരിൽ നീ വായിക്കുന്ന പറഞ്ഞത്. കാരണം എന്താ? ഈ സൃഷ്ടിപ്പ് എന്ന സത്യത്തെ അംഗീകരിച്ചവരാണ് ഖുർആൻ ആദ്യം കേട്ടു തുടങ്ങിയ ഒരു ജനത. അത് നിഷേധികളായിരുന്നു പലരും, അല്ലേ? നബിയാണ് അത് ഓർക്ക് ഓതി കൊടുത്തത്. പക്ഷേ പലരും എന്തെങ്കിലും ആദ്യം അംഗീകരിച്ചില്ല. പക്ഷെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇത് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവാണ് ഏകനായ ദൈവം, ഏകനായ ഇലാഹ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അത് അള്ളാഹ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഇനി അതിലേക്ക് സൂചകമാണ് നമ്മൾ പറഞ്ഞ അടുത്ത ആയത്തും. അതോടെ പറയാം, ഇന്നല്ലാഹ യുംസികുസ് സമാവാതി വൽ അർള അൻ തസൂല. അത് ഭയങ്കര ആയത്താ. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹ്, യുംസികുസ് സമാവാത്ത്, ആകാശങ്ങളെ പിടിച്ചു വെക്കുന്നവൻ. അംസക എന്ന വാക്കിന് ശരിക്കും ഇങ്ങനെ പിടിച്ചു വെക്കുക എന്നർത്ഥം. കബല എന്നറിയും. കബല, അതാണ് അംസക എന്നറിയാം. അംസക യുംസിക്കു എന്ന് പറയും. ആകാശങ്ങളെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ആകാശങ്ങളെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ, അതിനെ ഒരിക്കലും തകരാതെ ഭൂമിയിലേക്ക് വീഴാത്ത വിധം അതിനെ സംരക്ഷിച്ച് നിർത്തുന്നവൻ ആരാണ്? അള്ളാഹുവിന്. അത് റബ്ബിൻ്റെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹ് പറഞ്ഞു, ആകാശങ്ങളും ഭൂമിയും ബി അംരിഹി, അവൻ്റെ കൽപ്പനയിലാണ്. റബ്ബ് എന്താണോ കൽപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കും നിലകൊള്ളുന്നതാണ്. ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളാകുമ്പോൾ അതിന് മുഴുവൻ എന്ത് ചെയ്യുന്നു? അടർത്തിക്കളയുന്നതായിട്ട് കാണാം. ഇവിടെ റബ്ബ് പറയാം, ആകാശങ്ങളെ പിടിച്ചു വെച്ചു, ആകാശങ്ങളെ അവൻ പിടിച്ചു വെക്കുന്നു. വൽ അർള, ഭൂമിയെ. ഇവിടെ സമാവാത്തിൻ്റെ ജംആയിട്ട് പറഞ്ഞു. എന്നാൽ അർള് എന്നുള്ളത് മുഫ്രദാൻ. എന്താ അർള്? സിംഗുലറാൻ. ഭൂമിയെയും, ഭൂമികൾ എന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഭൂമികളുണ്ടോ? 7 ആകാശങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സബ്അ സമാവാത്ത് എന്നാണ്. സബ്അ സമാവാത്തിൻ തിബാക. പക്ഷേ 7 ഭൂമി എന്ന് ഖുർആനിലൊരു പ്രയോഗമല്ല. എന്നാൽ വേറെ സ്ഥലത്ത് അല്ലാഹു ഉപയോഗിച്ചു. എന്താണ്? സബ്അ സമാവാത്തിൻ വൽ അർള മിസ്ലഹുന്ന, 7 ആകാശങ്ങളെയും അതുപോലെയുള്ള ഭൂമിയെയും അള്ളാഹു എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ ചില മുഫസ്സിറുകൾ പറയുന്നു, ഭൂമി എണ്ണത്തിൽ 7 ഉണ്ടാകാം. കാരണം അത് നബിയുടെ ഒരു ഹദീസിൽ കൂടി തെളിഞ്ഞു. ആരെങ്കിലും ദുനിയാവിൽ ഒരാളുടെ ഒരു സ്ഥലം, കുറച്ച് സ്ഥലം അന്യായമായിട്ട് കവർന്നാൽ, മനിഖത്ത അർള ഇംരിഇൻ, ഒരു മനുഷ്യൻ്റെ ഭൂമി അന്യായമായിട്ട് ഒരാൾ വെട്ടിപ്പിടിച്ചാൽ, നമ്മുടെ നാട്ടിലില്ലേ ഇപ്പോഴും കച്ചറ പലരും അതിൻ്റെ പിന്നിലാണ്, ഒരു അതിര് കെട്ടിയതിൻ്റെ പേരില്ലേ
പല ന്യായങ്ങളും നിരത്തി ആരാൻ്റെ മുതലെന്ത് ചെയ്തിട്ടുണ്ടാവും, പിടിച്ചടക്കിയിട്ടുണ്ടാവും. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ നൽകണ അതിഗൗരവമേറിയ റബ്ബിൻ്റെ ഉണർ. ആരെങ്കിലും അങ്ങനെ അന്യായമായി ഒരാളെ മുതൽ തൻ്റെതാണെന്ന് വാദിച്ചിട്ടുണ്ടെങ്കിൽ, വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ പരലോകത്ത് അവൻ്റെ കഴുത്തിൽ 7ഓളം ഭൂമികൾ അവൻ്റെ കഴുത്തിൽ നാളെ എന്ത് ചെയ്യും, ചുറ്റപ്പെടുമെന്നാണ്. അവനെ റബ്ബ് അങ്ങോട്ട് കുഴക്കുമെന്നാണ് പറഞ്ഞത്. സബ അറാലീൻ എന്ന് പറഞ്ഞു, അവിടെ ഉപയോഗിച്ച 7 ഭൂമികൾ എന്നാണ്. പക്ഷേ അതുകൊണ്ടാണ്, പക്ഷേ ആകാശങ്ങളെപ്പോലല്ല ഭൂമി. ആകാശം എന്ന് പറഞ്ഞാൽ വിശാലമാണ്. അതിലൊരുപാട് എന്തുണ്ട്, ഗോളങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് രാശി മണ്ഡലങ്ങൾ, നക്ഷത്ര മണ്ഡലങ്ങളൊക്കെ സംവിധാനിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ രൂപങ്ങളിൽ ഒരിക്കലും ആകാശവും ഭൂമിയും എന്തല്ല, ഒരുപോലെയല്ല. പക്ഷേ എണ്ണങ്ങളിൽ ഒരുപോലെയാകാം. അതുകൊണ്ടാണ് രൂപങ്ങളിലും ഭാവങ്ങളിലും വ്യത്യാസങ്ങളുള്ളതുകൊണ്ടാണ് സമാവാത്തും അർളും എന്ത് ചെയ്തത്, 2 രീതിയിൽ തന്നെ പറഞ്ഞത്. അവിടെ ജമ്മായിട്ട് പറഞ്ഞു, ഇവിടെ മുഫ്രദായിട്ട് ഉപയോഗിച്ചു. ഖുർആനിൽ പലയിടങ്ങളിലും അതിന് ഭാഷാപരമായ ഒരു ചർച്ച അങ്ങനെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആകാശങ്ങളെയും ഭൂമിയെയും തെന്നിമാറാത്ത വിധം പിടിച്ചു വച്ചവൻ അവനാണ്. അൻ തസൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങിപ്പോവാത്ത വിധം. ആകാശം നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം തകരലാണ്. ഭൂമി തെന്നിമാറാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിൽസാൽ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയില്ലേ, സൽസല പ്രകമ്പനം എന്ന് പറയും ഈ അല്ലേ, ഇതാ സുൽസിലത്തിൽ അർളു സിൽസ. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ, മൂവ്മെൻറ്റ്സിനാണ് ശരിക്കും സിൽസാൽ എന്ന് ഉപയോഗിക്കുക. ഇവിടെ സവാൽ എന്ന് പറഞ്ഞാൽ തെങ്ങി നീങ്ങുക, അതിൽ നിന്നുള്ള വാക്കാണ് സവാൽ. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറിൻ്റെ സമയമായി എന്നാണ് സവാലു ഷംസ് എന്ന് പറയാം അല്ലേ. സൂര്യൻ നീങ്ങണതിനനുസരിച്ചാണ് നമസ്കാര സമയങ്ങൾ എന്ത് ചെയ്തത്, ക്രോഡീകരിക്കപ്പെട്ടത്. റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വാക്കത് അൻ തസൂല, അവ രണ്ടും തെന്നി നീങ്ങുക. അൻ തസൂല എന്നാണ്, തസൂലാനി എന്നാണ് വരേണ്ടത്. അവിടെ അന്നു എന്നാണ്. അൻ തസൂല, ആകാശവും ഭൂമിയും തെന്നിമാറാത്ത വിധം അതിനെ പിടിച്ചു വച്ചവൻ ആരാൻ, അള്ളാഹുവാൻ. അതല്ല, അത് വേറൊരാളല്ല ഏൽപ്പിച്ചിരുന്നെങ്കിൽ നടക്കുമോ? കാരണം എന്തുകൊണ്ട്, ഇത് അള്ളാഹുവിൻ്റെ കഴിവിനെ പഠിപ്പിച്ചു തരണ ഈ ആയത്ത്. അള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ കാണുന്ന, നിരീക്ഷിക്കുന്ന ഒരു ശക്തിയാണ്. നമ്മളെപ്പോഴും എന്താണ് കീഴൊതുങ്ങേണ്ടത് ആ അള്ളാഹുവിനാണ്. മുസ്ലിം ആവേണ്ടത് ആർക്ക്, ആ അള്ളാഹുവിൻ്റെ കൽപ്പനക്കാണ്. അത് അള്ളാഹ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ആയത്തുൽ കുർസിയിൽ പാരായണം ചെയ്യാൻ, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, അള്ളാഹ്ക്ക് മയക്കമില്ല, അള്ളാഹ്ക്ക് ഉറക്കമില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മയക്കുണ്ടെങ്കിൽ ഈ ആകാശവും ഈ ഭൂമിയൊന്നും ഇതേപോലെ ഉണ്ടാവില്ല. അതിനൊരു ഉദാഹരണം ചില ഹദീത്തുകളിലൊക്കെ വന്നതായിട്ട് കാണാനും കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത് കാണാം. ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കത്തിൽ തന്നെ നമ്മുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നത് കാണാം. ബോധമില്ലാതെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല ചെന്നടിക്കണമൊക്കെ കാണാം. ബസ്സിലൊന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി അല്ലേ, തല പോയി എവിടെയെങ്കിലും പോയി അടിക്കുന്നത് കാണാം. ഒരു മയക്കം സംഭവിക്കുമ്പോൾ തന്നെ താഴെ വീണത് കാണാം. കട്ടുമ്പോൾ എത്ര തവണ താഴെ വീണവരുണ്ട്, ഉറക്കത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ഇവിടെ അള്ളാഹിനെ ഓർമ്മിപ്പിക്കാൻ, അള്ളാഹുവിന് മയക്കമില്ല, അള്ളാഹുവിന് ഉറക്കമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും ഇതുപോലെ നിലനിൽക്കും. കാരണം ഇതിനെ പിടിച്ചു നിർത്തിയവൻ, ഇതിനെ സംരക്ഷിക്കുന്നവൻ, ഇതിനെ പരിപാലിക്കുന്നവൻ ആര് മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. അതാണ് ഇവിടെ റബ്ബ് പറയുന്നത്, ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല, ആകാശങ്ങളെയും ഭൂമിയെയും തെന്നിമാറാത്ത വിധം പിടിച്ചു വച്ചവൻ ആരാൻ, അവനാണ്. ഇനി റബ്ബ് പറയാം, വല ഇൻ സാലത ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, നീ അതെങ്ങാനും അവ രണ്ടെങ്ങാനും തെന്നി മാറിയാൽ, സാലത്ത എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമിയും അവ രണ്ടുമെങ്ങാനും തെന്നി മാറിയാൽ, ഇന്നംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അള്ളാഹുവിന് പുറമെ വേറെ ആർക്കെങ്കിലും അതിനെ പിടിച്ചേക്കാൻ പറ്റുമോ? ഒരു ഭൂമി കുലുക്കം ഉണ്ടായാൽ ലോകത്ത് ഇന്ന് പല സംവിധാനങ്ങളുണ്ട്. റിക്ടർ സ്കെയിലിൽ, ചെറിയൊരു റിക്ടർ സ്കെയിലിൽ തന്നെ ഒരളവ് വരുമ്പോഴത്തേക്കും ഭൂമി കുലുങ്ങിയാൽ അതിനുള്ള പ്രതിവിധിയും പ്രതിരോധവും ഇന്ന് എന്ത് ചെയ്തിട്ടില്ല, മനുഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പല സ്ഥലത്തും ചിലപ്പം എന്ത് ചെയ്യും, കനല്ലാത്ത വീടുകൾ നിർമ്മിക്കുന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. ആകാശങ്ങളിലും ഭൂമിയിലും ഒരു ചെറിയ വേരിയേഷൻ വരുമ്പോഴേക്കും അതിനെ നിലനിർത്താൻ ആർക്കും കഴിയുന്നില്ല. മുൻകഴിഞ്ഞു പോയ ഇവർ വിളിച്ചു തേടുന്ന ഈ ഇലാഹുകൾക്ക് കഴിയുമോ എന്നാണ് അള്ളാഹ് ചോദിക്കണത്. കഴിയോ? അത് ശരിക്കും അവർ ഓർമ്മിപ്പിക്കാൻ കഴിയോ? ആർക്കെങ്കിലും അള്ളാഹുവിന് പുറമെ ആർക്കെങ്കിലും അതിനെ പിടിച്ചു വെക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ പറയുക, ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. ഈ 2 ആയത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അള്ളാഹിനെ കുറിച്ചാണ്. കാരണം അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹ് ആരാന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് പലരും പലതിനെയും വിളിച്ച് തേടുന്നത്, പലരും പലതിൽ അഭയം തേടുന്നത്. മാ ഖദറുല്ലാഹ ഹഖ ഖദിരിഹി, ഈ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞില്ല. അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ആ ആകാശഭൂമികളെ പടച്ച റബ്ബിനെ മാത്രമാണ് ഞാൻ വിളിക്കേണ്ടതും തേടേണ്ടതും എന്നെന്ത് ചെയ്തില്ല, അവർ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ റബ്ബ് പറഞ്ഞെടുക്കുകയാണ് ഈ കാരണം അള്ളാഹു ഹലീമാണ്, അള്ളാഹു ഗഫൂറാണ്. ആ ആയത്ത് നിർത്തിയത് അങ്ങനെയല്ല. എന്താ ഹലീം?
ഹലീം എന്നുള്ള വാക്കിനെ കുറേ കുട്ടിയൊക്കെ പേരിടും അബ്ദുൽ ഹലീം. കാരണം അൽ ഹലീം അള്ളാഹിൻ്റെ നാമമാണ്. ഇസ്മു മിൻ അസ്മാ ഇല്ല, അള്ളാഹുവിൻ്റെ സുന്ദരങ്ങളായ നാമങ്ങളൊന്നാണ് അൽ ഹലീം. സഹിഷ്ണുതയുള്ളവൻ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ളവൻ എന്നൊക്കെ ഉപയോഗിക്കും. സഹിഷ്ണുതയുള്ളവൻ എന്ന് പറഞ്ഞാൽ അല്ലേ, അതായത് വിവേകി എന്നുള്ള അർത്ഥത്തിലാണ്. അവിവേകം കാണിക്കൂല അള്ളാഹ്. ഭയങ്കര സഹാനുഭൂതിയുള്ളവനാണ് തൻ്റെ അടിയാറുകളോട്. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പേരിലെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടാൻ ഉദ്ദേശിച്ചിട്ട് എന്നോ പിടികൂടെയെന്നു. പക്ഷെ അള്ളാഹ് പിടികൂടിയോ? ചില തിന്മകൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. ഹലീം എന്ന അള്ളാഹിൻ്റെ ഇസ്മുകൾക്ക് നമുക്ക് തോന്നണം നമ്മുടെ തിന്മകളെ മറച്ചു വെച്ചത് അള്ളാഹുവാണ് അല്ലേ. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനെ ശിക്ഷിക്കുക എന്നുള്ളതിൽക്ക് എന്ത് ചെയ്തേക്കാരോ, എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കില്ല. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് ഖുദ്സിയായ ഹദീസിൽ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിൻ്റെ തിന്മകളെ മറച്ചു വെച്ചു ഫിദ്ദുനിയ, ദുനിയാവിൽ, എന്നാൽ ഇന്ന് ഞാൻ നിനക്കതിനെ പുറത്തു തരുന്നു. എന്താ എന്ന്? അപ്പോൾ അന അഗ്ഫിറു ലക്കൽ യൗം, ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹ് പറയണേ, ഞാൻ ആ മറച്ചു വെച്ചതിന് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് വിശാലമാണ്. അതായത് ഈ ലോകത്ത് ഒരുപാട് ബഹുദൈവ വിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലും മുഴുവൻ സുഖലോലുപതയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഈ സത്യനിഷേധികൾ അള്ളാഹ് തകർത്തോ? സത്യനിഷേധികൾ അള്ളാഹ് തകർത്തോ? അള്ളാഹു വേണമെങ്കിൽ ഈ ഭൂമി എന്ത് ചെയ്താൽ ആകാശങ്ങളെ ഒന്ന് ഇളക്കിയാൽ മതി. അത് ഈ പറഞ്ഞതുപോലെ ഇതുവരെ അതിനെന്തില്ല, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നീക്കിക്കളയുന്നില്ല, അതിനെ ഒരിക്കലും തകർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. കാരണം റബ്ബ് അതിനെ പിടിച്ചു വെച്ചിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന് വേണ്ടി അള്ളാഹു അതിനെ പിടിച്ചു വെച്ചിരിക്കാൻ. അള്ളാഹു ഹലീമല്ലായിരുന്നെങ്കിൽ, അള്ളാഹു ഇത്ര സഹിഷ്ണുതയില്ലാത്തവനായിരുന്നെങ്കിൽ അള്ളാഹുവിന് തന്നെ അവനിൽ പങ്കു ചേർത്തിരുന്ന ബഹുദൈവ വിശ്വാസികളെ എന്നേ അള്ളാഹുവിന് എന്ത് ചെയ്യാമായിരുന്നു? തകർക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു എന്ത് ചെയ്യുന്നു? അവരുടെ ശിക്ഷകളെ നീട്ടിവെക്കുന്നു. അവരെ അള്ളാഹു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ലിയതൂബ്, അല്ലേ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ അവസരങ്ങൾ നൽകിയിരിക്കുന്നു. അതാണ് ഹലീമുൻ ഗഫൂറുൻ. അല്ലേ, ഇനി അവർ ഇതൊക്കെ ഈ എത്ര വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് അവസാന സത്യം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു ആരാണ്? മഗ്ഫിറത്ത് നൽകും. ഗഫൂറാൻ. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവനാണ്, അങ്ങേറ്റം പാപം പൊറുക്കുന്നവനുമാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തോടെ അവസാനം. ഞാൻ അവർക്ക് മക്കയിലെ മുശ്രിക്കുകൾ ഈ ആയത്തിനെ കേൾക്കുമ്പോൾ ഞാൻ ഈ എൻ്റെ സത്യനിശ്ചയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരണമെന്ന തോന്നൽ വന്നാൽ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമെന്ന് ഓർമ്മപ്പെടുത്തലാൻ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രണ്ടായത്തുകൾ വളരെ വിശാലമായി അള്ളാഹുവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ അടയാളങ്ങളാണ്, കാരണങ്ങളാണ്. അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ ആശ്വാസവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു അവർക്ക് എളുപ്പം നൽകട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി നൽകുമാറാവട്ടെ. അവരുടെ സതുദ്ദേശങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ആരാധനകൾ, നമ്മുടെ ദുആകൾ അള്ളാഹു നീ സ്വീകരിക്കണേ. നിന്നെ മാത്രം വിളിച്ചു തോടുന്ന, നിന്നിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കുന്ന ഏറ്റവും നല്ല മുവഹിദീങ്ങളിൽ അള്ളാഹു നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അറിവില്ലായ്മകൾ കൊണ്ട് ജീവിതത്തിൽ വരുന്ന തിന്മകളെ അള്ളാഹു നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയണേ. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹു ഞങ്ങളുടെ ജോലിയിൽ എല്ലാവിധ എളുപ്പവും നൽകണേ. ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.